ചായ അരിക്കുന്ന അരിപ്പയൊക്കെ ഇതുപോലെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. അത് നമുക്ക് വെളുപ്പിച്ചെടുക്കാം നമുക്ക്. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം 1 സ്പൂണോളം സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സോഡാപ്പൊടിയും ചേർത്ത് നമുക്കിത് തിളപ്പിക്കാം. നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ അരിപ്പയും കൂടെ അതിലോട്ടിടാം. അരിപ്പയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം, അരിപ്പ നല്ലതുപോലെ നികരുന്ന രീതിയിൽ വെള്ളവും ഒഴിച്ച് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ആ കളർ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കളർ ഇറങ്ങുന്നുണ്ട്, ചായക്കറ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്കിതൊരു 10 മിനിറ്റോളം നല്ലതുപോലെ വെട്ടി തിളപ്പിക്കാം. ഏകദേശം 10 മിനിറ്റോളമായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനിടയ്ക്ക് വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം, മറക്കരുത്. നമ്മുടെ അരിപ്പ നികന്ന് നിൽക്കണം വെള്ളം, എന്നാലേ ആ കറയെല്ലാം പോകത്തുള്ളൂ. അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാനൊരു ബ്രഷ് പുതിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് വെച്ച് വേണം നമുക്ക് അത് ഉരച്ച് കഴുകിയെടുക്കാൻ. അടുപ്പിൽ നിന്ന് ആ വെള്ളം നമുക്ക് വാങ്ങി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്, പ്രില്ലിൻ്റെ. അത് കുറച്ച് അതിലോട്ട് ആഡ് ചെയ്യാം. ലിക്വിഡ് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് അതുപോലെ വെക്കാം. എന്നാലേ അത് സോപ്പ് വെള്ളവും എല്ലാം കൂടെ പിടിച്ച് അഴുക്ക് ഇളകി വരത്തുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ആ കളർ വ്യത്യാസം കണ്ടോ. ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് കളറായി. അത്രയും ചായക്കറയായിരുന്നു ആ അരിപ്പയിൽ. അപ്പം ഇതുപോലൊക്കെയുള്ള അരിപ്പ വീട്ടിലുണ്ടെങ്കിൽ അത് കളഞ്ഞ് പുതിയത് വാങ്ങാൻ നോക്കണ്ട. ഇത് നമുക്ക് വൃത്തിയാക്കി പുതിയ അരിപ്പ പോലെ എടുക്കാൻ പറ്റും. അപ്പം നല്ലതുപോലെ ഉരച്ച് അഴുക്കെല്ലാം അതിൽ ഇളകി വരുന്നുണ്ട്. അരിപ്പയിലെ കറയെല്ലാം ഏകദേശം നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയായി കഴുകിയെടുത്തപ്പോൾ നമ്മുടെ അരിപ്പ കണ്ടോ. ആദ്യത്തെ അരിപ്പയും ഇപ്പോഴത്തെ അരിപ്പയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെയുള്ള അരിപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്